പണ്ട് അമ്മ പറഞ്ഞ പോലെ കേട്ടാ മതിയായിരുന്നു. എന്നീ ഇപ്പൊ ഈ പ്രശ്നമൊന്നും വരൂലായിരുന്നു. നീ ഒരിക്കലും കല്യാണം കഴിക്കല്ലേ. കല്യാണം കഴിച്ചുള്ള പാടെന്തെന്ന് നിനക്കറിയാമോ? രാവിലെ എണീക്കണം, പാത്രം കഴുകണം, കാപ്പി ഉണ്ടാക്കണം, എല്ലാത്തിനും തിന്നാനും കുടിക്കാനും കൊടുക്കണം. അത് പോരാഞ്ഞിട്ട് എല്ലാം ഉറങ്ങിയതിനു ശേഷമേ നമുക്ക് ഉറങ്ങാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, നീ ഒരിക്കലും കല്യാണം കഴിക്കല്. കല്യാണം എന്ന പടുകുഴിയിൽ നീ വീഴാനും പാടില്ല. നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയണത്, കേട്ടാ? നീ എന്തോന്ന് പച്ചക്കള്ളം പറയണത്? എന്തോന്ന് പച്ചക്കള്ളം ഞാൻ പറഞ്ഞത്? എന്തോന്നാ ഈ വീട്ടിൽ സർവ്വ ജോലിയും ചെയ്യണം ഞാൻ, എന്നിട്ട് ഇപ്പൊ ഏതോ കൂട്ടുകാരെ വിളിച്ച് പറയാണ് കല്യാണം കഴിക്കരുത്, പടുകുഴിയാണെന്നില്ലേ. കൊള്ളാം കേട്ടോ നിന്റെ സ്വഭാവം. എന്റെ കൂട്ടുകാരുടെ അല്ല, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ കൂടിയാണ് ഞാൻ പറഞ്ഞത്. അവൻ കല്യാണം കഴിക്കാൻ പോണ പോലും. നമ്മളിവിടെ കാണില്ല ഓരോരുത്തരുടെ ദുരിത ജീവിതങ്ങൾ. അതൊന്ന് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത്. ദയവ് ചെയ്ത് നീ കല്യാണം കഴിക്കല്ലെന്ന്. എന്തെല്ലാം അറിയാം നിങ്ങൾക്ക്? അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാതെ എന്റെ കാലം തിരുമു. என்ன குணம்பாகிற கோழி மாதிரி கழுத்தாட்டிக்கிட்டு இருக்கு. ஐயோ ஐயோ.